ആധുനിക കേരളത്തിന്റെ വിപ്ലവ നായിക കെ.ആർ. ഗൗരിയമ്മയുടെ 3ാം ചരമവാർഷികമാണിന്ന്. ഇന്നോളം കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കരുത്തുറ്റ വനിതയാണ് കെ.ആർ. ഗൗരിയമ്മ. ആ ജ്വലിക്കുന്ന ഓർമ്മയിലേക്ക്. ജനങ്ങൾ ഉൾക്കൊണ്ട് ജയിച്ചു എന്തോ മുഖ്യമന്ത്രി ആദ്യ കേരള മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി, സംസ്ഥാനത്ത് ഏറ്റവും അധികം കാലം MLA-യും മന്ത്രിയുമായിരുന്ന വനിത, മന്ത്രിയായിരിക്കുമ്പോൾ മറ്റൊരു മന്ത്രിയെ വിവാഹം കഴിച്ച അപൂർവത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ഭർത്താവ് ടി വി തോമസിന്റെ വഴിയെ പോവാതെ CPIM-നൊപ്പം സ്വന്തം നിലപാട് തറ ഉറപ്പിച്ചു നിർത്തിയ നേതാവ്, രാജ്യത്ത് ആദ്യമായി ഭൂപരിഷ്കരണ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ച മന്ത്രി, കേരം തിങ്ങും കേരളനാട് കെ.ആർ. ഗൗരി ഭരിച്ചിടുമെന്ന് വിളിച്ച ഭരണത്തിലെത്തിയ പ്രസ്ഥാനം മാറ്റി നിർത്തിയപ്പോൾ അച്ചടക്കം പാലിച്ച പാർട്ടിക്കാരി, അതേ പ്രസ്ഥാനം പുറത്താക്കാൻ കാരണം തേടിയപ്പോൾ 42 പേജ് മറുപടി കൊടുത്ത് നട്ടല് വളയ്ക്കാതെ നിന്നവൾ, പാർട്ടി പുറത്താക്കിയപ്പോൾ രാഷ്ട്രീയ മരണം പ്രവചിച്ചവരെ ഞെട്ടിച്ച് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ പാർട്ടിയുണ്ടാക്കി 2 വട്ടം വീണ്ടും മന്ത്രിയായ ഒറ്റയാൻ. സമാനതകളില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ പേരാണ് മലയാളിക്ക് കെ.ആർ. ഗൗരിയമ്മ. കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, കലികൊണ്ടു നിന്നാൽ അവൾ ഭദ്രകാളി. ഇതു കേട്ടുകൊണ്ടേ ചെറുബാല്യമെല്ലാം പതിവായി ഞങ്ങൾ ഭയമാറ്റി വന്നു. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റേതാണ് വരികൾ. ഗൗരിയമ്മയ്ക്ക് മുൻപോ പിൻപോ മറ്റൊരു വനിതയുടെ പേരും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്ര കരുത്തോടെ എഴുതപ്പെട്ടിട്ടില്ല. കളത്തിപ്പറമ്പിൽ K.A. രാമൻ, പാർവതിയമ്മ എന്നിവരുടെ മകളായി 1919 ജൂലൈ 14 ജനനം. ചേർത്തലയിലെ പട്ടണക്കാട്ട് അന്ധകാരഞ്ഞഴി ഗ്രാമമാണ് ജന്മനാട്. BA-ക്ക് ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ ചേരുമ്പോൾ അതൊരു മുന്നേ നടക്കലായിരുന്നു. ഈഴവ സമുദായത്തിലെ ആദ്യത്തെ വനിതാ വക്കീലായി. തീർന്നില്ല, സ്ത്രീകൾക്ക് പോരായ്മയായി കണ്ട പൊതുപ്രവർത്തനം തന്നെ കർമ്മഭൂമിയാക്കി. വച്ചുനീട്ടിയ മജിസ്ട്രേറ്റ് പദവി വേണ്ടെന്ന് വെച്ചായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ഇടപെട്ടിടത്തെല്ലാം നേതൃസ്ഥാനത്ത് തന്നെ നിറഞ്ഞു നിന്നു. അപ്പുറത്ത് ആരെന്ന് നോക്കാതെ നിലപാടുകളെടുത്തു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉശിരോടെ നിലകൊണ്ടപ്പോഴും സ്ത്രീ എന്ന സംവരണം ഒരിടത്തും ആവശ്യപ്പെട്ടില്ല. വനിതാ പോലീസുകാർക്കും നഴ്സുമാർക്കും വിവാഹിതരാകാമെന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നു. സ്കൂളുകളിൽ പ്രധാന അധ്യാപിക തസ്തികയിൽ സ്ത്രീകളെ പരിഗണിക്കാതിരുന്ന വിവേചനത്തിന് അറുതി വരുത്തി. കാർഷിക നിയമം, കുടിയൊഴിപ്പിക്കൽ നിരോധന ബിൽ, പാട്ടം പിരിക്കൽ നിരോധനം, സർക്കാർ ഭൂമി കയ്യേറിയ ഭൂരഹിതരെ ഒഴിപ്പിക്കാൻ പാടില്ലെന്ന ഉത്തരവ്, സർക്കാർ ഭൂമിയിലെ കുടിയൊഴിപ്പുകാർക്ക് ഭൂമി കിട്ടാനിടയാക്കിയ സർക്കാർ ഭൂമി പതിവ് നിയമം തുടങ്ങി മലയാളി ജീവിതം മാറ്റിമറിച്ച എണ്ണമറ്റ സംഭാവനകൾക്ക് പിന്നിലെല്ലാം കെ.ആർ. ഗൗരിയമ്മയുണ്ട്. ആണധികാരം പിടിമുറുക്കിയില്ലായിരുന്നുവെങ്കിൽ 1987 കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി കെ.ആർ. ഗൗരിയമ്മ പുരുചരിത്രം കുറിക്കുമായിരുന്നു. 102 വയസ്സ് വരെ നീണ്ട സംഭവബഹുലമായ ആ ജീവിതം അനശ്വരതയിലേക്ക് മറഞ്ഞപ്പോൾ കെ.ആർ. ഗൗരിയമ്മയിലൂടെ മലയാളികൾക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യവും അതുതന്നെ. പ്രചോദിപ്പിക്കുന്ന ആ ഓർമ്മകൾക്ക് മുന്നിൽ റിപ്പോർട്ടറിന്റെ പ്രണാമം. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.